ഇപ്പൊ കേന്ദ്ര ബഡ്ജറ്റ് വന്നല്ലോ, ഒന്നുമില്ല എന്നുവെച്ചാൽ നമുക്കൊന്നുമില്ല. ഇന്ത്യയിലാണ് നമ്മളെന്നുള്ള തോന്നൽ പോലും നമുക്കിപ്പോ വരണില്ല. ഒന്ന് നമ്മൾ അടയ്ക്കുന്ന നികുതിന്റെ ഷെയർ തരുന്നില്ല എങ്കിൽ നമുക്കെങ്കിലും തന്നെ കുറെ കാര്യങ്ങൾ ഇവർ തരാന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്ക് തന്നെ ഇവിടെ ചെയ്യാം. ഇപ്പൊ അതിവേഗ റെയിൽവേ തരും എന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ചൊന്നും മെൻഷൻ ചെയ്തിട്ടേ ഇല്ല. വിഴിഞ്ഞത്തിനെ കുറിച്ചൊന്നും പറയുന്നില്ല. വയനാട് ഇപ്പൊ പിള്ളേരുടെ മുഖത്തൊക്കെ ഇങ്ങനെ ഒക്കെ ആക്കിയിട്ട് പോയില്ലേ, എന്നിട്ട് അവിടെ ഒന്നും കൊടുത്തിട്ടില്ല. വയനാട് ആകെ എയിംസിന്റെ കാര്യം പറയുമായിരുന്നു. എന്നിട്ട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ എന്താ ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറയുന്നതായിട്ട് ഇവർ സ്ഥലം തന്നില്ല. അപ്പൊ നമ്മൾ വായിച്ചൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവുന്ന 3 സ്ഥലം നമ്മൾ ഇവിടുന്ന് സംസ്ഥാന സർക്കാർ ഓഫർ ചെയ്ത്, അപ്പൊ അതിനൊന്നും മതി എന്ന് പറഞ്ഞ് ആ ഒരു സ്ഥലം നമ്മൾ കാണിച്ചു കൊടുത്ത്. അപ്പൊ പറഞ്ഞ അത് മറ്റേ വ്യവസായ വകുപ്പിന്റെ പേരിലാണ്, അത് ആരോഗ്യ വകുപ്പിന്റെ പേരിലാക്കണം. അതും ആക്കി 2023 തന്നെ ഇതെല്ലാം കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും സ്ഥലം അക്വയർ ചെയ്തില്ല എന്നൊക്കെയാണ് പുള്ളി പറയണത്. അത് എന്തിനാണ് തെറ്റിദ്ധരിപ്പിക്കാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ചിലപ്പം ഇത് ഫുൾ ഈ ഉത്തരവൊക്കെ ഫുൾ മലയാളത്തിലല്ല, പുറ്റിൽ മൊത്തം മലയാളത്തിൽ മനസ്സിലാക്കാനല്ല ഉത്തരവ് വായിച്ചിട്ട്. പിന്നെ കേരള ബഡ്ജറ്റ് അടിപൊളിയായി കുറേ സാധനങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ശ്രീ വി ഡി സതീശൻ പറഞ്ഞ അധികാരം കിട്ടിയില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകും, അധികാരം കിട്ടിയാൽ ഞങ്ങൾക്ക് ഈ ബഡ്ജറ്റ് പറയുന്നൊന്നും ചെയ്യാൻ പറ്റില്ല, അത് ഒരുപാട് ജോലിയാണ്. അപ്പൊ പിന്നെ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? അതായത് അധികാരവും വേണം, പക്ഷെ ഇത്രയും ജോലി ചെയ്യാനും പറ്റില്ല. അപ്പൊ അങ്ങനെ നമുക്ക് ജയിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ ബഡ്ജറ്റിനെ കുറിച്ച് പറഞ്ഞ ഒരു എതിർത്ത ആവേശം ഇതിൽ കേന്ദ്ര ബഡ്ജറ്റിന്റെ കാര്യത്തിൽ കാണുന്നില്ല. കുറച്ചുകൂടെ പവർഫുൾ ആയിട്ട് കോൺഗ്രസും വിമർശിക്കുന്നില്ല. പിന്നെ നമുക്കൊക്കെ പറഞ്ഞല്ലേ പറ്റും, ചെയ്ത കാര്യം ചെയ്തെന്ന് പറയണമല്ലോ. ഇപ്പൊ ഉദാഹരണത്തിന് മൃഗസ്നേഹികൾക്ക് വേണ്ടി കടലാമ പരിപാലനം, ആമ ഒരു ഇപ്പൊ നമുക്ക് അതിവേഗ റെയിൽവേ കിട്ടിയില്ലെങ്കിലും ആമ ക്യൂട്ടല്ലേ, ആമ ഒരു ക്യൂട്ട് ജീവിയായി.